അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. ഒരു പാവപ്പെട്ട ഒരു ജൂനിയർ ആർട്ടിസ്റ്റിനെ കൊണ്ട് വെബ് സീരീസിൽ അഭിനയിപ്പിച്ചിട്ട് നമ്മളിപ്പോ കെട്ടാനൊക്കെ പറയുന്നുണ്ട്. സഹായിക്കാൻ അറിയാൻ ചെരുപ്പൂരി അടിക്കണം, എനിക്ക് രണ്ടിന്റെ കുറവുണ്ട്. പുതിയ പുതിയ നായകന്മാരാണ് വെക്കുന്നത്, അതുകൊണ്ട് തന്നെ പുതിയ നായിക ഉണ്ടെങ്കിൽ എന്നെ കൊണ്ട് ആ വെബ് സീരീസിൽ അഭിനയിപ്പിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് നായിക. എനിക്കിത് എന്നെ കിട്ടണം. ഒരു പാവപ്പെട്ട ഒരു ജൂനിയർ ആർട്ടിസ്റ്റിനെ കൊണ്ട് വെബ് സീരീസിൽ അഭിനയിപ്പിച്ചിട്ട് നമ്മളിപ്പോ കെട്ടാനൊക്കെ പറയുന്നു. പെണ്ണായതുകൊണ്ടാണോ ഞാനിതൊക്കെ ചെയ്തതെന്ന് ചന്നനോട് ചോദിക്കേ. എന്നാൽ അല്ല, ആണായിരുന്നാലും ഞാനിത് തന്നെ ചെയ്യുള്ളൂ. എന്താ കാരണം? മനുഷ്യത്വം. പ്രിയ എന്ന് പറഞ്ഞ കുട്ടി നമ്മളെ കെട്ടാൻ പറയുന്നുണ്ട്. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. അവളെന്നോട് പറയുന്നുണ്ട് അവളെ കെട്ടാൻ, അല്ലെങ്കിൽ മറ്റേ കേസ് കൊടുക്കുന്നു, പീഡന കേസ്. എന്റെ ശരീരത്തെ തൊടുവോ ഇനി നേരെ ഞങ്ങളുടെ പരിസരത്ത് വരുവോ ചെയ്താ താൻ എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യും. പെണ്ണിപ്പോ എന്ത് പറഞ്ഞാലും വിശ്വസിക്കില്ല ആൾക്കാർ. അവളെ തമ്മിൽ ഞാൻ റിലേഷൻഷിപ്പ് ഒന്നും ഉണ്ടായിട്ടില്ല. ഇത് ആണുങ്ങളുടെ സ്ഥിരം പരിപാടിയാ. കാര്യം കഴിഞ്ഞാൽ കൈമലർത്തും. അവളെ തമ്മിൽ ഞാൻ റിലേഷൻഷിപ്പ് ഒന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ മൂത്ത് നരച്ച് മൂക്കി കൂടെ പല്ലി വരങ്ങി നിൽക്കുന്നു. അങ്ങനെ അലൻ ജോസ് പറയുക പെണ്ണുങ്ങളുടെ പുറകെ നടന്ന മതിയായി. എന്തായാലും എനിക്കൊരിക്കലും പുള്ളി കോമാന്തരം കാണിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? ആകെയുള്ള ഒരു തൊട്ടി കൂട്ടുകാരൻ നിന്റെ കൂടെ നടന്നാൽ അവൻ ഒരു കാലത്തും രക്ഷപ്പെടില്ല. അലൻ ജോസ് വരെ ഇനി പെണ്ണുങ്ങളുടെ പുറകെ നടക്കുമെന്ന് തോന്നുന്നില്ല. പുള്ളിക്ക് മതിയായി. ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധ പീഡനം. അപ്പൊ ഞാൻ പോവാണേ.